കേരളൈറ്റിൻ റിയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യോളിയിൽ നിന്ന് രാത്രിയിൽ വടകര ഭാഗത്തേക്ക് ബൈക്കിൽ സത്യത്തിൽ സഞ്ചരിച്ചപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. നമ്മൾ വയനാട്ടിലൊക്കെ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നിലുള്ള ഒന്നും കാണൂല. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് സത്യം പറയാനുണ്ടായത്. ഇത് ഇത്തരത്തിൽ കാണാതിരിക്കുന്നത് കോട ഇറങ്ങിയിട്ടല്ല, നമ്മുടെ വാഗാട് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡിനകത്ത് കോറി വേസ്റ്റ് കൊണ്ട് അടിച്ചിട്ടതിന് ശേഷം മുന്നിൽ ബസ്, കാറ്, വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഒരു സംഗതി കാണുന്നില്ല. വാഹനത്തിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട് എന്നതിനപ്പുറത്ത് റോഡിലെ കുണ്ടോ മറ്റൊന്നും കാണാൻ പറ്റാത്ത വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. രാത്രിയിൽ അപകടം ഉണ്ടാവാൻ ഇതിൽ കുറഞ്ഞ വേറൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ പൊട്ടിക്കിടക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സൈഡ് ഭാഗത്തുള്ള ഭാഗങ്ങളിലൊക്കെ അപകടം ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താ അറിയില്ല, അറ്റ്ലീസ്റ്റ് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശ്വാസം ഉണ്ടായിരുന്നു, പാച്ച് വർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാഗാട് അങ്ങേയറ്റം ആളുകളെ വെറുപ്പിച്ച് പണ്ടാരടക്കിയിട്ടാണ് ഇപ്പോഴും നമ്മുടെ പയ്യോളിയുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ദുരിതപൂർണമായ ഒരു യാത്ര ആയതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ, ജനങ്ങൾ ഇറക്കിയില്ലെങ്കിൽ ഇതിൽ വലിയ അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലതവണ, ഒരുപാട് തവണ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവ വികാസത്തെ പറ്റിയിട്ട്, ഈ ഒരു വാഗാടിൻ്റെ ഇത്രയും നിരുത്തരവാദിത്തരമായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പലതവണ നമ്മൾ ഇത് സത്യം പറയുകയാണെങ്കിൽ ചെയ്യുമ്പോൾ മടുപ്പാണ്. അങ്ങനെ പറയുന്നതിനൊരു കണക്കിൽ ഒരു ഉളുപ്പ് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ വാഗാടിനില്ലെങ്കിൽ പറയുന്ന നമുക്കൊരു ഉളുപ്പാണ്. അപ്പോൾ ഇത്രയും ദയനീയമായ ഒരു സാഹചര്യമാണ് നമ്മളെ പയ്യോളി ഭാഗത്ത് ഈ മൂരാട് വരെയുള്ള പ്രദേശത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള മൂരാടുള്ള പ്രദേശവാസികളായ ആളുകൾ, നിങ്ങൾ ദേശീയപാതയുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യം കൂടി പറയണം. മറ്റൊന്നല്ല, ഞങ്ങൾ കുറേ കാലമായിട്ട് പൊടി തിന്നുകൊണ്ട് ഇപ്പോൾ അലർജി, ആസ്മ ഉള്ള ഒരുപാട് പ്രശ്നം, ശ്വാസകോശമായ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രായമുള്ള ആളുകൾ വീട്ടിലുള്ളത് കൊണ്ട് ഒരു രക്ഷയില്ല. വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, ഇപ്പോൾ എല്ലാ ആളുകളും കൊടിയും പിടിച്ച് റോഡ് മേൽ ഇറങ്ങുകയെന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇനി കൊടി പിടിക്കാതെയാണെങ്കിൽ റോഡ് മേൽ ഒരു ദിവസം സത്യാഗ്രഹ, തെരുവിൽ റോഡിൻ്റെ മുകളിൽ ഹൈവേ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമരം ചെയ്യാമെന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അധികാരികളുടെ കണ്ണ് ഉറപ്പിക്കാൻ നമ്മൾ തന്നെ തയ്യാറാവേണ്ടി വരും. അപ്പോൾ അതാണ് അവസ്ഥ. ഒരു രക്ഷയില്ല. നമുക്ക് മുന്നിലുള്ള ഒരു വാഹനത്തെ പോലും നേരാവണ്ണം കാണാൻ സാധിക്കുന്നില്ല. അത് ലൈറ്റും കൂടി അല്പം കുറവാണെങ്കിൽ, നമ്മൾ ഇപ്പോഴുള്ള LED DRL ലൈറ്റ് കൂടി ഇല്ലെങ്കിൽ, നമ്മളിപ്പോൾ ഹൈ ബീമിങ്ങിലാണ്, ഹൈ ബീം ഇട്ടുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇപ്പോൾ ആശ്വാസം കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ആശ്വാസമുണ്ട്, കാരണം പൊടി കുറവുണ്ട്. അതിൻ്റെ പുറമെ ട്രാഫിക് ബ്ലോക്ക് വരാൻ ഒന്നും പറയുന്നില്ല. ഇത് പറയാൻ ആരോട് പറയാൻ? ഈ മഴക്കാലത്തെങ്കിലും ശരിയാവുന്ന, ഈ മഴക്കാലത്ത് ശരിയാവില്ല, അടുത്ത മഴക്കാലത്ത് ശരിയാവില്ല, അതിൻ്റെ അടുത്ത മഴക്കാലത്തും ശരിയാവുമെന്ന് വടകര പയ്യോളി ഭാഗത്തുള്ള റോഡിൽ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും ലാഗായിട്ടാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് എന്തെങ്കിലുമൊക്കെ നടക്കേണ്ട, കാര്യമായിട്ടുള്ള ഒരു വർക്കും നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് പൊളിഞ്ഞ റോഡിൽ ടാർ ചെയ്തിട്ട് ഇവിടെ സഞ്ചാര യോഗ്യമാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ആശ്വാസം ഉണ്ടാവുമായിരുന്നു. ട്രാഫിക് ബ്ലോക്ക്, അങ്ങേയറ്റം പൊടിയും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഏതിലെങ്കിലും, സത്യം പറയുകയാണെങ്കിൽ ഏതിലെങ്കിലും കയറിപ്പോയാലോ എന്നുള്ള ഒരു ഇതാണുള്ളത്. കാരണം കണ്ണ് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ടിട്ട് ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ പോയതിന് ശേഷം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അങ്ങനെ പോയതിന് ശേഷം ഡ്രൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ റോഡിൽ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം റോഡ് കാലിയായിട്ട് ബൈക്കും കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ലല്ലോ. ഇതാണ് അവസ്ഥ. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം മൂരാട് ഭാഗത്തെത്തിയാൽ പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം ഫുൾ 6 വരിയുടെ താറിങ് കഴിഞ്ഞാണ്, കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതാണ്. ഒരു തൊട്ടിൽ പോലെയുള്ള റോഡാണ് എന്ന് പല ആളുകളും ഇവിടെ അഭിപ്രായം പറയുന്നുണ്ട്, നെഗറ്റീവ് അറിയില്ല. അപ്പോൾ കാരണം കോൺക്രീറ്റിനകത്ത് അത്ര ഫിനിഷിങ്ങില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ നമ്മൾ ട്രാക്കൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമാണ്, നമ്മുടെ റോഡിൻ്റെ കുരുക്കം കൊണ്ട് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ മാറി പോകാണ്. കാരണം കോൺക്രീറ്റിങ് 6 വരെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റോഡിൽ നല്ല രീതിയിൽ കുലുക്കമുണ്ട്, ചെറിയ കുലുക്കമുണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാടിച്ചാടിയാണ് പോകുന്നത്. നമ്മളെ
പറയുക, അവളെയായിട്ട് പോകുന്നത് പോലെയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പാലിയാട്ടുനട, അരവിന്ദ ഘോഷ്, പാലോളി പാലം ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഒരാടുന്ന് 2 കിലോമീറ്റർ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ആശ്വാസകരമായി പോകാൻ പറ്റുന്നതിനിടയിൽ നമ്മുടെ വലിയ വാഹനങ്ങൾ, തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെവിടെയാണ് നിർത്തിയിടുക നമുക്ക് ചില ആളുകൾ 6 വരി വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഇടമല്ല. ആരും എവിടെയാണ് നിർത്തിയിടുക എന്ന് വെച്ചാൽ ഈ ചോദ്യമൊക്കെ നമ്മളിവിടെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ SP ഓഫീസിൻ്റെ ഭാഗം കഴിയാറായി. SP ഓഫീസ് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഈ ഒരു സമാധാനത്തോടു കൂടി പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ദുരന്ത കാഴ്ചയാണ്. കുണ്ടും കുഴികളും പൊടിമണ്ണൊക്കെ തിന്നുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര ചെയ്യണം.